ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളപ്പോൾ ഒരു മാലയിട്ട് കറുപ്പെടുത്ത് ശബരിമലയ്ക്ക് പോയ പാർട്ടി അനുഭാവികൾ പോലും പരസ്യമായും രഹസ്യമായും ശാസിച്ച പാർട്ടിയാണ് ഈ പിണറായി വിജയന്റെ പാർട്ടി. ഒരു പുതിയ വീടുണ്ടാക്കി ഗണപതി ഹോമം നടത്തിയാൽ അതിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകരെ താക്കീത്ത് ചെയ്തവരാണിവർ. എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ മാഷെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദ പാർട്ടി ഇപ്പോൾ കുറെ മാറിയിട്ടുണ്ടെങ്കിലും ഇന്ന് CPM അനുഭവിക്കുന്നത് അയ്യപ്പന്റെ ശാപമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശാപമാണ് എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇവിടെ ഇത്തരം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ചിലർ പറയും ഇതൊരു ഹിന്ദു വികാരം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത് എന്ന്. ഹിന്ദുക്കൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ശബരിമല വിഷയത്തിൽ മാത്രമല്ല, ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന വിഷയത്തിൽ ഒരേ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പഴയങ്ങാടിയിൽ നിന്ന് പ്രസംഗം കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് എത്ര മതങ്ങളുണ്ട്? ആ മതങ്ങൾക്കെല്ലാം ആരാധനാലയങ്ങളുണ്ട്, സ്വത്തുക്കളുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അതാത് മതത്തിലുള്ള വിശ്വാസികളാണ്, ഹിന്ദുക്കൾ ഒഴിച്ച്. ലോകത്തിലെ പ്രശസ്തമായ സെമിറ്റിക് മതങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ജൂതമതവും ക്രൈസ്തവ മതവും ഇസ്ലാം മതവും നമ്മുടെ നാട്ടിലുണ്ട്. ഇറാനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട സൗരാഷ്ട്രൻ മതക്കാർ, പാഴ്സി മതക്കാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ മഹാഭാരതം ജന്മം നൽകിയിട്ടുള്ള ഹിന്ദു മതത്തിന് പുറമെ സിഖ് മതമായാലും ജൈനമതമായാലും ബുദ്ധമതമായാലും ഇങ്ങനെ ഹിന്ദുക്കൾ ഒഴിച്ച് എല്ലാ മതങ്ങളുടെയും സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതാത് മതത്തിൽപ്പെട്ട വിശ്വാസികളല്ലേ? എന്നാൽ ഹിന്ദുക്കളുടേതോ? ഹിന്ദുക്കളത് നിരീശ്വരവാദികൾ ഉൾപ്പെടെയുള്ള കുറെ തല്ലിപ്പൊളികളാണ് എന്നല്ലേ നാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ ശബരിമലയിലെ സംഭവങ്ങൾ കാണുമ്പോൾ. ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് നിരീശ്വരവാദികളാണ്. പിന്നീട് കൊള്ള നടക്കാണ്ടിരിക്കുക, പൊന്നുകൊള്ള നടക്കാണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് ആചാര ലംഘനം ഇല്ലാതിരിക്കുക? നിങ്ങൾ നോക്കൂ, നമ്മുടെ പഴയങ്ങാടി ജമാ മസ്ജിദിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആ പള്ളി കൈകാര്യം ചെയ്യുന്ന ആരാണ്? മദ്രസ കൈകാര്യം ചെയ്യുന്നതാണ്, ദർസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആ പള്ളിക്ക് ചുറ്റുമുള്ള മഹല്ല് കമ്മിറ്റിയാണ്. എങ്ങനെയാണ് മഹല്ല് കമ്മിറ്റിനെ തീരുമാനിക്കുന്നത്? ആ ജമാഅത്തിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമുദായം, അവിടുത്തെ ഒരു 100-400 കുടുംബങ്ങളിലുള്ള ആളുകളുടെ വരുമാനവും ഇടപെടലിന്റെയും ഫലമായിട്ടാണ് ആ ജമാഅത്ത് പള്ളിയുടെ ഭരണം നിയന്ത്രിക്കുന്നത്. വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണസമിതി അവരെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാൽ ആ നാട്ടിലെ ജമാഅത്തിലെ വിശ്വാസികൾക്ക് ഇടപെടാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രൈസ്തവ ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ചർച്ചുകൾ നിങ്ങൾ പരിശോധിക്കൂ. ക്രൈസ്തവ ചർച്ച് നിയന്ത്രിക്കുന്നത് ആരാണ്? ആ ഇടവകയിലെ ഒരു 100-300 കുടുംബത്തിൽപ്പെട്ട ക്രൈസ്തവരാണ്, ആ വിശ്വാസികളാണ് ആ പള്ളി ഭരിക്കുന്നത്. ഇതുപോലെ ഇന്ത്യയിലെയും ലോകത്തിലെയും പല മതങ്ങളും നദികളായി ഒഴുകിയെത്തിയ മഹാസമുദ്രത്തിന്റെ സംസ്കാരമായ ഇന്ത്യയിൽ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതം ഹിന്ദുമതം ഇവിടെ അപമാനിക്കപ്പെടുന്നു. പണ്ട് ഈ ദേവസ്വം ബോർഡ് നിയമം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാര് അന്ന് നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ബാങ്കുകൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ബാങ്കിൽ ഖജാനകൾ ഉണ്ടായിരുന്നില്ല, ലോക്കറുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ നാടിന്റെ സ്വത്ത്, പ്രത്യേകിച്ച് രത്നങ്ങളും സ്വർണങ്ങളും സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്രം സാക്ഷ്യം. അവിടുത്തെ നിലവറകൾ തുറന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, അവിടുത്തെ പൊന്നിന്റെയും രത്നങ്ങളുടെയും വലുപ്പം കണ്ട് നമ്മൾ കണ്ണഞ്ചിപ്പോയി. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദേവസ്വം ഭരണത്തിന്റെ ചരിത്രം നാം രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പരിശോധിച്ചു നോക്കണം. ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ തെറ്റ്
ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് ചിന്തിച്ച് ആലോചിച്ച് വളരെ ജനാധിപത്യപരമായി ഈ രാജ്യത്തെ വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഹിന്ദു സമാജത്തിന് ഈ രാജ്യത്തെ ക്ഷേത്രങ്ങൾ വിട്ടുകൊടുത്താൽ മാത്രമേ ഈ കൊള്ള അവസാനിക്കുകയുള്ളൂ. ഏറ്റവും അവസാനം എന്താണ് ഹൈക്കോടതി മിനിഞ്ഞാന്ന് പറഞ്ഞത്? ഹൈക്കോടതി നമുക്കറിയാം, സാധാരണ ഹൈക്കോടതിയിലെ വാർത്തകളൊക്കെ ലൈവായിട്ട് ടിവിയിൽ വരും. പക്ഷേ കേരള ഹൈക്കോടതി അടച്ചിട്ട റൂമിൽ വിധി പറഞ്ഞിരിക്കുന്നു. ഈ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോറ്റിയല്ലവൻ ഉണ്ണികൃഷ്ണൻ പിറ മാത്രമല്ല, ഈ ഇപ്പോൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിന് പങ്കുണ്ട് എന്നുള്ളതാണ് വളരെ സുവ്യക്തമായി കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പീറ മാത്രമല്ല കുടുങ്ങാൻ പോകുന്നത്, വലിയ പ്രമുഖന്മാർ കുടുങ്ങാൻ പോകുന്നു. കുടുങ്ങുന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പിണറായി വിജയൻ വീണ്ടും അയ്യപ്പനെ വെല്ലുവിളിക്കുകയാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അയ്യപ്പന്റെ ആചാരങ്ങൾ ലംഘിച്ചപ്പോൾ, അയ്യപ്പനെ അപമാനിച്ചപ്പോൾ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ അയ്യപ്പന്റെ ശാപത്തിന്റെ കടുപ്പം? എംബ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്നാണ് കവി പഠിപ്പിച്ചത്. കവി പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ സാക്ഷാൽ പിണറായി പൊന്ന് കള്ളക്കടത്തും കൊള്ളയും ശബരിമല പൊന്ന് കൊള്ളയും നടത്തുമ്പോൾ ഇവിടെ അമ്പലവാസി കൂത്തുപറമ്പിലെ രാജേഷ് എന്ന് പറയുന്ന CPM-ന്റെ കൗൺസിലർ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഒരു വയോധികയുടെ മാല പൊട്ടിച്ചോടുന്നു. അവനിപ്പോൾ ജയിലിലാണ്. ഇത് അയ്യപ്പ ശാപമാണ്, ദൈവത്തിന്റെ ശാപമാണ്. ഈ CPM-നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. ഞാൻ BJP-യിൽ ചേർന്ന ഉടനെ ഇതുപോലെ പൊതുയോഗത്തിൽ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങളോട്, വിശ്വാസികളോട്, എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ അഭ്യർത്ഥിച്ചിരുന്നു, പോളിംഗ് ബൂത്തിൽ ചെന്ന് കണ്ണടച്ച് സാക്ഷാൽ ശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയന്റെ നെഞ്ഞരപ്പല നോക്കി കുത്തിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വിശ്വാസികൾ അംഗീകരിച്ചില്ല. വിശ്വാസികൾ പിണറായി കുത്തിക്കൊടുത്തു, അനുഭവിക്കുകയാണ്. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ ധർണാ സമരത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇനി നാരായണ നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ വിശ്വാസികൾ പിണറായി വിജയന്റെ നിരന്തര നോക്കി കുത്തിക്കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു പൊതുയോഗത്തിൽ കൂടി ഇതേ വിഷയം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് പിണറായി വിജയന്റെ കീഴിൽ ഈ രാജ്യം, ഈ ദൈവത്തിന്റെ സ്വന്തം നാട് വീണ്ടും പിണറായി വിജയൻ വരികയാണെങ്കിൽ കള്ളന്മാരുടെ സ്വന്തം നാടായി കേരളം അധപ്പതിക്കും. അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ സടകുടഞ്ഞെഴുന്നേൽക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഈ സായാഹ്ന ചടങ്ങിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടത്, ധീരമായ നിലപാടെടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. വഖഫ് സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന ഒരു മാഫിയ സംഘം മുസ്ലിം സമുദായത്തിലുണ്ട്. അവർക്ക് കൂച്ചുകളിട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ കോൺഗ്രസ് തുടർന്നിട്ടുള്ള കുറെ തെറ്റായ തീരുമാനങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു കാശ്മീരിലെ പ്രത്യേക അവകാശം. ആ പ്രത്യേക അവകാശം എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞതുപോലെ ഈ രാജ്യത്തെ ഹിന്ദു സ്വത്തുക്കൾ, ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശക്തമായ നിയമനിർമ്മാണം ഉണ്ടാക്കണം എന്നാണ് ഈ സായാഹ്ന ധർണയെ സാക്ഷ്യപ്പെടുത്തി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം കണ്ട ഏറ്റവും അപമാനകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി അഴിമതിയാണ്, അടിപൊളി കൊള്ളയാണ്. കേരളം സാമ്പത്തിക കടത്തിലാണ്. കേരളം വലിയ പ്രതിസന്ധിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും
പാർട്ടി CPM പാർട്ടി പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് എന്തിനാ പിണറായി നിങ്ങൾ പാർട്ടി ആഫീസ് തുടങ്ങുന്നത്? നിങ്ങളെ പാർട്ടി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനത്തും ത്രിപുരയെ പൂട്ടി, ബംഗാള് പൂട്ടി, ആന്ധ്രയെ പൂട്ടി, പഞ്ചാബ് പൂട്ടി. എല്ലാ സ്ഥലത്തും CPM എന്ന് പറയുന്ന പാർട്ടി പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിന് നിങ്ങൾ തിരുവനന്തപുരത്ത് 100 കോടിയുടെ ആഫീസ് ഉണ്ടാക്കുന്നു? നിങ്ങൾ ഈ കണ്ണൂരിൽ എന്തിന് 20 കോടിയുടെ പാർട്ടി ഓഫീസ് പുതുക്കി പണിയുന്നു? ഒരൊറ്റ കാര്യം വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കൂട്ടക്കൊള്ള, കവർച്ച, ആ കവർച്ചയുടെ പണം ഭൂമിയിൽ കുഴിച്ചിടുന്ന സ്മാരകങ്ങളാണ്, അവരുടെ അഴിമതിയുടെ സ്മാരകങ്ങളാണ് പിണറായി വിജയന്റെ ഭരണത്തിൽ നാം കാണുന്ന ഈ പാർട്ടി ഓഫീസ് പുതുക്കിപ്പണിയൽ പരിപാടി. നമുക്കറിയാം, സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചവരാണിവർ. സഹകരണ ബാങ്കിന്റെ അന്തസ്സ് എടുത്തവരാണ്. സ്വാതന്ത്ര്യ പിതാമഹന്മാരിൽ ഗാന്ധിയന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ മഹാപ്രസ്ഥാനമാണ് സഹകരണ ബാങ്ക്. ആ സഹകരണ ബാങ്കിന്റെ മാനം കെടുത്തിയവരാണ്. നമുക്കറിയാം, ഇവിടെ പെൻഷൻ വിതരണം നരേന്ദ്രമോദി ബാങ്ക് വഴിയാക്കി, ഇവർ അത് സഹകാരികൾ വഴിയാക്കി. ആ പെൻഷൻ പദ്ധതി ഇലനച്ചവന്റെ ചിരുനക്ക എന്ന് പറയുന്നത് പോലെ ആ പെൻഷൻ തുക പോലും കൊള്ളയടിച്ച ചില സഖാക്കളുടെ നാടാണ് ഈ കേരളം. കേരളം അടിമുടി അഴിമതിയുടെയും അക്രമത്തിന്റെയും ഒരു നാടായി അധപ്പതിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഒരു അതിശക്തമായ ഗ്രൂപ്പ് ഉയർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായും ഇതിന് പകരം ആര് വരുമെന്നുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നു. യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇന്നത്തെ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കേരളത്തിലെ ശരിയായ പ്രതിപക്ഷ നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള BJP ആണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം മാറും. കേരള രാഷ്ട്രീയം കലങ്ങി തെളിയും, യാതൊരു സംശയവും വേണ്ട. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 10-25ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. പക്ഷേ അന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ളിൽ BJP ജയിക്കുന്ന പാർട്ടിയാണ് എന്ന തോന്നലില്ല. പക്ഷേ തൃശൂരിൽ സുരേഷ് ഗോപി ഉൾപ്പെടെ ജയിച്ചു വന്നപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു BJPയും ജയിക്കുന്ന പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ സാഹചര്യം വളരെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാളെ മലപ്പുറത്താണ് എന്റെ പരിപാടി. ഒരു 50ഓളം ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ചടങ്ങിലേക്കാണ് എന്നെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ക്ഷണിച്ചിരിക്കുന്നത്. വളരെ നിശബ്ദമായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിന് കാരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം വേണം. ആ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ പോലെ ഒരു സത്യസന്ധരുടെ ഗ്രൂപ്പിന്റെ കയ്യിൽ ഈ കേരളത്തെ ഏൽപ്പിക്കണം. നരേന്ദ്രമോദിയെ കുറിച്ച് ആദ്യമൊക്കെ പലർക്കും വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ കടുത്ത വിമർശകർ പോലും നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ ഒഴിച്ച്, നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ജമാഅത്ത് ഇസ്ലാമി ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും നരേന്ദ്രമോദിയുടെ ആരാധകരായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യസന്ധത, നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം, നരേന്ദ്രമോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, ആരോടും പ്രിയകരമില്ലാത്ത ഒരു രാഷ്ട്രീയ നയം, ഒരു രാഷ്ട്രീയ സംസ്കാരം ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നു. അത് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ തലമുറ മാറി ചിന്തിക്കും. കേരളം മാറും, മാറാത്തത് മാറും, ഇനി മാറും എന്നുള്ള മുദ്രാവാക്യമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കേരളത്തെ മാറ്റിയാൽ മാത്രമേ കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ മഹത്തായ പോരാട്ടത്തിൽ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സ് നമ്മുടെ പോരാട്ടത്തിനൊപ്പമുണ്ട്. ഈ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയോ മഹാന്മാർ നയിച്ചതാണ്. EMS പോലെ
നായനാരെ പോലെ, അച്യുതാനന്ദനെ പോലെ വലിയ ത്യാഗവര്യന്മാരായ ഗാന്ധിയന്മാരായിട്ടുള്ള മനുഷ്യർ നയിച്ചിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനം ഇന്ന് പിണറായി വിജയൻ നയിക്കുമ്പോൾ പിണറായി വിജയന്റെ മോനും മോളും ഇഡിയുടെ നോട്ടീസ് വാങ്ങി ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. എന്ത് പരിതാപകരമാണ്. പിണറായി വിജയന്റെ കുടുംബം തന്നെ കൊള്ളസംഘമായി മാറിയിരിക്കുന്നു. ഈ കൊള്ളസംഘത്തിന്റെ കയ്യിൽ നിന്ന് കേരളത്തെ മാത്രമല്ല ഇവിടുത്തെ CPM-നെ രക്ഷിക്കാൻ പോലും BJP ഇവിടെ വളർന്നു വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശാസ്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ഒരു മഹത്തായ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഇന്നിവിടെ വളരെ നല്ലൊരു യോഗം സംഘടിപ്പിച്ച ഇവിടുത്തെ മണ്ഡല പ്രസിഡന്റ് സുജിത്ത് വടക്കൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.